ബിഗ് ബോസ് സീസൺ 8 വിശേഷങ്ങളുമായി NDA സ്ഥാനാർത്ഥിയായിരുന്ന ആതിര. ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് ബിഗ് ബോസ് മലയാളം സീസൺ 8 ഉടൻ പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. മുൻ സീസണുകളെ അപേക്ഷിച്ച് ഇത്തവണ കൂടുതൽ വ്യത്യസ്തവുമായാണ് ഷോ എത്തുന്നത്. മത്സരത്തിന്റെ ഘടനയിലും തെരഞ്ഞെടുപ്പ് രീതിയിലും വലിയ മാറ്റങ്ങളാണ് അണിയറ പ്രവർത്തകർ ഒരുക്കിയിരിക്കുന്നത്. ഇത്തവണ 2 ഘട്ടങ്ങളിലായാണ് ബിഗ് ബോസ് നടക്കുക. ആദ്യഘട്ടം സാധാരണക്കാരായ മത്സരാർത്ഥികൾക്ക് ഒരുക്കുന്ന ബിഗ് ബോസ് കോമണേഴ്സ് ആയിരിക്കും. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സാധാരണക്കാർ ഈ ഷോയിൽ മത്സരിക്കും. ഇവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന 3 അതിലധികമോ മത്സരാർത്ഥികൾക്ക് പ്രധാന ബിഗ് ബോസ് ഹൗസിലേക്ക് പ്രവേശിക്കാനുള്ള സുവർണ അവസരം ലഭിക്കും. ഇവർക്കൊപ്പം സെലിബ്രിറ്റികൾ അടക്കമുള്ളവർ ഉണ്ടാകും. ബിഗ് ബോസ് വരാൻ പോകുന്നുവെന്ന ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ വന്നതിന് പിന്നാലെ പ്രഡിക്ഷൻ ലിസ്റ്റുമായി പതിവ് പോലെ റിവ്യൂവർമാരും രംഗത്തെത്തി. ഒപ്പം ഷോയിലേക്ക് പോകുന്നുണ്ടോ എന്ന ചോദ്യവുമായി ഓൺലൈൻ മീഡിയക്കാരും സജീവമാണ്. ഇപ്പോൾ ബിഗ് ബോസിൽ നിന്നും വിളി വന്നെന്ന് പറയുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂരിലെ NDA സ്ഥാനാർത്ഥിയായിരുന്ന ആതിര D. നായർ. തന്റെ ഇപ്പോഴത്തെ മെന്റൽ സ്റ്റെബിലിറ്റിക്ക് ഷോ പറ്റില്ലെന്നും കുറച്ചുകൂടി പക്വത വരട്ടെ എന്നുമാണ് ആതിര മാധ്യമങ്ങളോട് പറഞ്ഞത്. സിനിമയിൽ നിന്നൊന്നും വിളിച്ചില്ല, പക്ഷെ ബിഗ് ബോസിൽ നിന്ന് എന്നെ വിളിച്ചു. പോകുന്നില്ല, അയ്യോ വേണ്ട, ഫേമസ് ആകുമെന്നത് ശരിയാണ്, പക്ഷേ എൻ്റെ ഇപ്പോഴത്തെ മെന്റൽ സ്റ്റെബിലിറ്റിക്ക് അത് പറ്റത്തില്ല, റിസ്ക് ആവും, കുറച്ചുകൂടി ഒന്ന് പക്വത എത്തട്ടെ എന്നിട്ട് പോകാം എന്നായിരുന്നു ആതിരയുടെ വാക്കുകൾ. അഗ്നിപരീക്ഷയാവും ഇത്തവണ ആദ്യം തുടങ്ങുക. തെലുങ്കടക്കമുള്ള ബിഗ് ബോസിൽ ഇത് നടന്നിരുന്നു. ഒരു കൂട്ടം കോമണേഴ്സിന് വേണ്ടിയുള്ളതാണ് അഗ്നിപരീക്ഷ. അപേക്ഷകരിൽ നിന്ന് തെരഞ്ഞെടുക്കുന്നവർ ബിഗ് ബോസ് വേദിയിലെത്തും. ഇവിടെ വെച്ച് ഇവർ തമ്മിൽ മത്സരം നടക്കും. ടാസ്കുകളും ഉണ്ടാകും. അവരെ പിന്തുണയ്ക്കാനും ജഡ്ജസായും ബിഗ് ബോസിലെ മുൻ മത്സരാർത്ഥികളും ഉണ്ടാകും. അഗ്നിപരീക്ഷ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നവർ ബിഗ് ബോസ് സീസൺ 8 ഭാഗമാകും. തെലുങ്കിൽ ഇത്തരത്തിലൊരു മത്സരാർത്ഥിയായിരുന്നു ആ സീസണിലെ വിജയി. സാധാരണക്കാർക്കും നേരിട്ട് ബിഗ് ബോസ് വേദിയിലെത്തി തങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. പുതിയ ഫോർമാറ്റ് പ്രേക്ഷകർക്ക് കൂടുതൽ ആവേശവും അപ്രതീക്ഷിത മുഹൂർത്തങ്ങളും സമ്മാനിക്കുമെന്നാണ് പ്രതീക്ഷ.